ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടത്തിൽ വലിയ ഒരു തോൽവിയായിരുന്നു റയലിന് PSG ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് റയലിനകത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും വിനീഷ്യസ് ജൂനിയർ, അതുപോലെ തന്നെ കിലിയൻ എംബപ്പെ എന്നീ താരങ്ങളുടെ അലസതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പ്രശ്നം. അത് സാബി അലോൺസോയും ക്ലബ്ബ് മാനേജ്മെന്റും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നുള്ളത് സ്പാനിഷ് മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് റയലിന്റെ ക്ലബ്ബ് മാനേജ്മെന്റ് പരിശീലകനായ സാബി അലോൺസോക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിച്ച് നൽകിയിട്ടുണ്ട്. അതായത് അദ്ദേഹം എന്ത് തീരുമാനം എടുത്താലും ക്ലബിന്റെ പിന്തുണ സാബി അലോൺസോക്ക് ഉണ്ടാകും. ക്ലബിനകത്ത് വളരെ സീരിയസ് ആയ ഒരു ഈഗോ പ്രോബ്ലം ഉണ്ടെന്ന് ഇപ്പോൾ ക്ലബ്ബ് മാനേജ്മെന്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ ക്ലബ്ബ് സാബിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്ത് തീരുമാനം എടുത്താലും അതിന് ക്ലബിന്റെ പിന്തുണയുണ്ടാകും. റയലിന്റെ ഇനിയുള്ള സൈനിങ്ങുകളിലും പുറത്താക്കലുകളിലും സാബിക്ക് ഡയറക്റ്റ് ആയിക്കൊണ്ട് ഇടപെടാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ക്ലബ്ബ് ഇനി പ്രവർത്തിക്കുക. വിനീഷ്യസിന്റെയും എംബപ്പയുടെയും കാര്യത്തിൽ ക്ലബ്ബ് മാനേജ്മെന്റിന് വലിയ രൂപത്തിൽ ആശങ്കയുണ്ട്. അത് പരിഹരിക്കാൻ ഈ പരിശീലകനെ തന്നെയാണ് ക്ലബ്ബ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപക്ഷെ സാബി മുഖം നോക്കാതെ നടപടി എടുക്കാനുള്ള സാധ്യതകളെയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊക്കെയാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ക്ലബിനകത്തെ പല താരങ്ങളും വ്യക്തിഗതമായി കൊണ്ടാണ് കളിക്കുന്നത്. സെൽഫിഷാണ്, ഈഗോ പ്രോബ്ലം ഉണ്ട്, അലസരാണ്. അതൊക്കെ മാറ്റിയെടുക്കേണ്ടത് സാബിയുടെ ഒരു ചുമതലയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് തീരുമാനമെടുത്താലും ക്ലബ്ബ് മാനേജ്മെന്റിന്റെ ഒരു പിന്തുണ അദ്ദേഹത്തിനുണ്ടാകും. സ്റ്റാറുകളായ വിനിയുടെയും എംബപ്പയുടെയും കാര്യത്തിൽ എന്ത് തീരുമാനം സാബി കൈക്കൊണ്ടാലും ക്ലബ്ബ് അതിനെ പിന്തുണക്കും എന്നൊക്കെയാണ് ഇപ്പോൾ ഡയാരിയോ, എസും മാർക്കയും ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.